ഹാജാസ് ക്ലാസ്സസിലേക്ക് പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, 2026 നിരവധി അവസരങ്ങൾ നമുക്ക് വേണ്ടി വരികയാണ്. ഒരുപാട് പരീക്ഷകൾ PSC നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ്. കമ്പനി ബോർഡ്, LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, LPUP, CPO, PFA, ബെക്കോ തുടങ്ങുന്ന നിരവധി പരീക്ഷകളാണ് PSC ഈ 2026 കാലയളവിൽ നടത്താൻ പോകുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു? ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? വെറുതെ തോന്നുകയല്ല, തോന്നൽ വേറെയാണ്, ആഗ്രഹം വേറെയാണ്. ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന തോന്നൽ ഉണ്ടായവരുണ്ടോ എന്നല്ല എൻ്റെ ചോദ്യം. ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടായവരുണ്ടോ എന്നാണ് ചോദ്യം. ഈ ആഗ്രഹവും തോന്നലും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നലാണോ നിങ്ങൾക്ക് ആഗ്രഹമാണോ ഉണ്ടായതെന്നാണ്. ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പര്യവസാനം വിജയമാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടായത് തോന്നൽ മാത്രമാണ്. ആ തോന്നലുകളെ ആഗ്രഹങ്ങളാക്കി മാറ്റുക എന്നതാണ്. നിങ്ങൾ ആ തോന്നലുകൾ, നമ്മുടെ മനസ്സിനകത്ത് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനെ ആഗ്രഹമാക്കണം. ആഗ്രഹമാക്കിയാൽ അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതിനുവേണ്ടി എത്ര നേരവും നമ്മൾ ചെലവാക്കും. അതിനുവേണ്ടി എത്ര കഠിന ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും. പരാജയപ്പെടാം. ഒരു മത്സര പരീക്ഷയിൽ പരാജയം രുചിക്കാതെ ഒരിക്കലും ജയത്തിലേക്ക് എത്താൻ കഴിയില്ല. അതിൻ്റെ ഒരു തിയറി എങ്ങനെയാണ്, അതിൻ്റെ ഒരു നടത്തിപ്പ് എങ്ങനെയാണ്. അതായത് ഒരു മത്സര പരീക്ഷയിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ തോറ്റില്ല, 8ാം ക്ലാസ്സിൽ തോറ്റില്ല, ഡിഗ്രിക്ക് തോറ്റില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ മത്സര പരീക്ഷയിൽ തോറ്റുപോകും. മത്സര പരീക്ഷയിൽ തോൽക്കും. അപ്പോൾ ആ തോൽവിയിൽ നിന്നും വേണം നമുക്ക് ജയത്തിലേക്ക് കയറാൻ. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കൂടുതലായി PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു വീഡിയോ ക്ലാസ് അതിനു വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു 2.5 പതിറ്റാണ്ട് കാലമായി SCRT, NCRT ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്ന ഒരു സാറാണ് ഞാൻ. എൻ്റെ പേര് ഹാജ എന്നാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് എനിക്ക് പറയേണ്ടത്, നിങ്ങൾ ഈ 2026 നടക്കുന്ന ഏതൊരു പരീക്ഷയും നിങ്ങൾ എഴുതാൻ പോകുന്നതിന് മുമ്പ് ആ പരീക്ഷയുടെ സിലബസ് പരിപൂർണമായി നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അത് ഏത് മെത്തേഡിലൂടെ ആണെങ്കിലും, അത് ഏത് രീതിയിലൂടെ ആണെങ്കിലും സിലബസ് പരിപൂർണമായും കവർ ചെയ്യാതെ നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോരുത്. അവിടെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. അവിടെ നിങ്ങൾ മികച്ച റാങ്ക് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ സിലബസ് പരിപൂർണമായിട്ട് കവർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ റാങ്ക് വാങ്ങിയ ചേച്ചിയോ റാങ്ക് വാങ്ങിയ ചേട്ടന്മാരോ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, നിങ്ങൾ അങ്ങനെ പഠിക്കണം, നിങ്ങളത് വളരെയധികം അഗാധത്തിൽ വിശ്വസിച്ച് നിങ്ങൾ അങ്ങനെ പഠിക്കും. അവർ വീഡിയോയുടെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ഞാൻ പരീക്ഷകളൊന്നും എഴുതിയിട്ടില്ല, ഞാൻ ക്ലാസ്സുകളിലൊന്നും പോയില്ലായിരുന്നു, ഞാൻ ഒരു റാങ്ക് ഫെയിലും പഠിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ട് നിങ്ങൾ അതങ്ങ് വിശ്വസിക്കും. നമ്മൾ എന്ത് വിശ്വസിക്കുമല്ലോ. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ രീതി, നിങ്ങൾ പരിപൂർണമായും സിലബസ് കവർ ചെയ്തിരിക്കണം. 2, നിങ്ങൾ പഠിച്ചതിനെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കണം. വീണ്ടും വായിക്കുക. റെഗുലറായി റിപ്പീറ്റഡായി റീഡ് ചെയ്യണം. റെഗുലറായി റിപ്പീറ്റഡായി റീഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ മറക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചു, മൗലികാവകാശങ്ങൾ പഠിച്ചു. എൻ്റെ പൊന്നുപിള്ളരെ, അടുത്ത നിമിഷം മുതൽ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മറക്കാനാണ്. നിങ്ങൾ പഠിച്ചു നിർത്തിയ നിമിഷം മുതൽ നിങ്ങൾ ആ അടുത്ത നിമിഷം മുതൽ അതിനെ മറക്കാൻ ബ്രെയിൻ ഒരു പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കും. അത് ബ്രെയിനിന്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ റെഗുലറായി റീഡ് ചെയ്യണം. റെഗുലർ റിപ്പീറ്റഡ് റീഡിങ് എന്നാണ് പറയുക, RRR. അത് ചെയ്യണം. അപ്പൊ പിന്നെ നിങ്ങളുടെ ഒരു സംശയമുണ്ട്, സാറേ പഠിക്കുന്നത് മറന്നു പോകുന്നു, അതിനെന്ത് ചെയ്യണമെന്ന്. പഠിക്കുന്നത് മറന്നു പോകുന്നതിനുള്ള മരുന്നാണിത്. ഇത് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒന്നും മറക്കില്ല. നിങ്ങൾക്ക് A മുതൽ Z വരെ തെറ്റാതെ പറയാൻ കഴിയില്ലേ? ആ ലെറ്റേഴ്സ് എല്ലാം 1 മുതൽ 100 വരെ കൃത്യമായി എണ്ണാൻ കഴിയില്ലേ? ഇവിടെയെല്ലാം എന്താണ്
ഇവിടെയെല്ലാം നമ്മളത് വീണ്ടും പല അവസരങ്ങളിലും അതെല്ലാം നമ്മൾ എണ്ണുന്നുണ്ട്. നോട്ട് എണ്ണുമ്പോൾ 1 2 3 4. ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ സ്കോർ നമ്മൾ എണ്ണുന്നുണ്ട്. ആപ്പിൾ കഴിക്കുമ്പോഴും APPL A ഫോർ ആപ്പിൾ എന്നാണ് ഈ ലോകത്തുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും എ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേർഡ് ആപ്പിളാണ്. ആപ്പിൾ നമ്മൾ എഴുതി പഠിച്ചിട്ടില്ലേ? എത്ര തവണയാ? പിന്നെ ആപ്പിൾ കാണുമ്പോഴെല്ലാം മനസ്സ് പറയും APPL എന്ന്. അത് നിങ്ങൾ കേൾക്കാത്തോണ്ടാ. നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായിലകളാ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. നിങ്ങൾ ആ പഠിച്ചതിനെ ബ്രെയിൻ അടുത്ത നിമിഷം മറക്കാൻ ശ്രമിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിന്നെയും വായിക്കണം, പിന്നെയും വായിക്കണം. റെഗുലറായി റിപ്പീറ്റഡ് ആയി വായിക്കണം. ഒരു 5 ദിവസം കഴിയുമ്പോൾ, 5 ദിവസം കൂടുമ്പോൾ, 5 ദിവസം കൂടുമ്പോൾ പിന്നെ ഒന്ന് നോക്കിപ്പോയാൽ മതി. നോക്കിപ്പോയാൽ മതി. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും മുഖങ്ങൾ നമുക്ക് കൃത്യമായി നമ്മുടെ ബ്രെയിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ റെഗുലറായി ഒരു ടോപ്പിക് നോക്കിപ്പോയാൽ ബ്രെയിൻ അതിനെ മനസ്സിനകത്ത് പതിപ്പിക്കും. പരീക്ഷയ്ക്ക് ആ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ ഏത് പുസ്തകത്തിൽ എവിടെയാണോ അത് മനസ്സ് പറഞ്ഞു തരും. അത് 1864 62 ബ്രെയിൻ പറഞ്ഞു തരും നമുക്ക്. അത് ഈ റീഡിങ്ങിന്റെ ഒരു മെച്ചമാണ്. അപ്പോ അല്ലാതെ PSCയിൽ റാങ്ക് വാങ്ങുന്നവന് ബുദ്ധിയുണ്ട്, റാങ്ക് വാങ്ങാത്തവന് ബുദ്ധിയില്ല. നിങ്ങളെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ട് എത്രയോ കുട്ടികൾ നിങ്ങളെക്കാൾ മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. അവരൊക്കെ ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായില്ലേ? ആയില്ലേടെ? ആയി. എങ്ങനെയായി? അവര് നിങ്ങളെക്കാളും ബുദ്ധി കുറഞ്ഞവരാണ്. നിങ്ങൾ കരുതിയിരുന്നത് അവർക്ക് ജോലി കിട്ടത്തില്ല, അവരേതെങ്കിലും ചെറിയ ജോലി ചെയ്യും. അവരൊക്കെ ഇന്ന് പോലീസിലുണ്ട്, അവരൊക്കെ ഇന്ന് എക്സൈസിലുണ്ട്, അവരൊക്കെ ഇന്ന് ബീറ്റ് ഫോറസ്റ്റിലുണ്ട്, അവരൊക്കെ ഇന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുകളാണ്. പക്ഷേ നമുക്ക് മാത്രം ജോലി കിട്ടിയില്ല. സ്കൂളിലും കോളേജിലും റാങ്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടവർ പറഞ്ഞു തരുന്നതനുസരിക്കണം. ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. തോന്നലുകളെ ആഗ്രഹങ്ങളാക്കി മാറ്റണം. റെഗുലറായി ടോപ്പിക്ക് പഠിക്കണം. ആ ടോപ്പിക്ക് അടുത്ത നിമിഷം മുതൽ നമ്മൾ മറക്കും. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചുകൊണ്ടേയിരിക്കണം. പിന്നീട് ഈ ടോപ്പിക്കുകളുടെ പരീക്ഷകൾ എഴുതണം. ഈ ടോപ്പിക്കുകളുടെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ LPUP പരീക്ഷയില്ലേ, ആ കഴിഞ്ഞ LPUP പരീക്ഷയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ റാങ്ക് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചത് ഞാനാണ്. എൻ്റെ ആപ്ലിക്കേഷനാണ്, ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ LPUP ഉദ്യോഗാർത്ഥികളെ അവരുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ഏറ്റവും നല്ല ടോപ്പ് ആൻഡ് സേഫ് പൊസിഷനിലേക്ക് എത്തിച്ചത് ഞാനാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഒരു ഓഫ്ലൈനോ അല്ലെങ്കിൽ ഓൺലൈനോ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളുടെയൊക്കെ പ്രത്യേകത അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ടോപ്പിക്ക് കവർ ചെയ്യാൻ മിക്കപ്പോഴും കഴിയാതെ പോകാറുണ്ട്. അത് അവരെ കുറ്റമൊന്നും പറയുന്നതല്ല, അവരെ കുറ്റം പറച്ചിലല്ല. അത് മിക്കവാറും അവർക്ക് അങ്ങനെ കഴിയാം. എല്ലാ ടോപ്പിക്കും ഒരിക്കലും ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടത്തില്ല. അവർ വേറെ മാർഗങ്ങളിലൂടെയൊക്കെ അവർക്ക് നിങ്ങൾക്ക് ടോപ്പിക്കൊക്കെ തന്ന് പരീക്ഷകളൊക്കെ നടത്തി. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ചെന്നാലുള്ള ഒരു ഗുണം, നിങ്ങൾക്ക് കുറേ പരീക്ഷകൾ അവർ നടത്തും. പിന്നെ എല്ലാ ക്ലാസ്സുകളും മെച്ചപ്പെട്ട ക്ലാസ്സുകളാണോന്നില്ല. അപ്പൊ ചോദിക്കും, സാറേ മെച്ചപ്പെട്ട ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ്പീരിയൻസ്ഡ് ടോപ്പ് സബ്ജക്റ്റ്, പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിച്ച് PG ഒക്കെ കഴിഞ്ഞ് അതിനെ ട്യൂട്ടോറിയൽ കോളേജുകളിലും ട്യൂഷൻ സെന്ററുകളിലും സ്കൂളിലും ഒക്കെ പഠിപ്പിച്ചു വരുന്ന അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കും. അവർ PSC മോഡിൽ ക്ലാസ് എടുത്താൽ കുറച്ചുകൂടി നമുക്ക് ഗുണം ചെയ്യും, നമ്മുടെ എഫർട്ട് കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാവുന്ന ഒരു കാര്യം, ആദ്യ റാങ്കിലെത്താനുള്ള ഒരു മാർഗം ഇതൊക്കെയാണ് രീതി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സിലബസ് കവർ ചെയ്യുക, ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ റെഗുലറായി കഴിയുന്ന പരീക്ഷകൾ എഴുതുക. ഞാൻ യൂട്യൂബിൽ ഈ 2026 കുട്ടികൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മാസ്റ്റർ ക്ലാസ്സിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഹൈക്കോടതി പഠിപ്പിച്ചു.
ഇന്ത്യൻ ഭരണഘടന, അതിനകത്തെ ഹൈക്കോടതി എന്ന് പറയുന്ന ടോപ്പിക്, ഹൈക്കോടതി മാത്രം, ഹൈക്കോടതിയെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളുകൾ, ഹൈക്കോടതി എന്നാണ്, ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് പാസ്സാവുന്നത് എപ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ് ഹൈക്കോടതിയെ സംബന്ധിച്ചെടുത്തത്. അതിനുശേഷം PSC നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഹൈക്കോടതിയിൽ നിന്ന് ശേഷം കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തു. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, മൗണ്ട് ബാറ്റൺ പദ്ധതി മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഗാന്ധിജി കൊല്ലപ്പെടുന്നതുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ 3ാമത്തെ ക്ലാസ്സിലെടുത്തു. 4ാമത്തെ ക്ലാസ്സിൽ ജനിതക ശാസ്ത്രം, 10ാം ക്ലാസ്സിന്റെ ആദ്യ ബയോളജി ചാപ്റ്ററുകളിൽ വരുന്ന ജനിതക ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന ക്ലാസ് ഞാൻ എടുത്തു. അതിനുശേഷം ആവർത്തന പട്ടിക, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ചാപ്റ്ററായ ഫസ്റ്റ് പാർട്ടിലെ ചാപ്റ്ററാണ് ആവർത്തന പട്ടിക ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ലാവോസിയെ മുതൽ തുടങ്ങി മെന്റലീവ് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ ഇനി ഹെൻറി മോസ്ലി ഇനി പഠിപ്പിക്കാനുണ്ട്. ഈ 5 ടോപ്പിക്കിന്റെ ക്ലാസ് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ്. നിങ്ങൾക്ക് എന്നോടൊപ്പം സഞ്ചരിക്കാം, ഇത് നിങ്ങൾക്ക് പഠിക്കാം. ഈ 5 ടോപ്പിക്കും 5 ക്ലാസ്സും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ 5 ക്ലാസ് കാണണം. 2 മണിക്കൂർ മതി. 2 മണിക്കൂറിനുള്ളിലുണ്ടെങ്കിൽ ഈ 5 ടോപ്പിക്കും, എന്നിട്ട് ഒരു പരീക്ഷയും കൂടെ എഴുതണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹത്തോടെ ഈ ക്ലാസ്, ആഗ്രഹത്തോടെ പഠിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാള് ഈ ടോപ്പിക്കും പഠിച്ചൊരു പരീക്ഷയും കൂടെ എഴുതുമ്പം എൻ്റെ പൊന്നു മോനെ ഒരു അനുഭവം ഉണ്ടാവും. ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ശരീരത്തിൽ മൊത്തം ഇങ്ങനെ പോകും ഒരു സംഭവം, ഒരു എനർജി, ഒരു മിന്നൽ പോലെ. അത് കഴിയുമ്പോൾ മനസ്സിലാത്തൊരു സന്തോഷം ഉണ്ടാവും. എത്ര ചോക്ലേറ്റ് വാങ്ങി കഴിച്ചാലും, എത്ര തന്നെ കോമഡി കേട്ടാലും ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ഇത്രയും ടോപ്പിക്കിന്റെ ക്ലാസ് കേട്ടിട്ട് നമ്മൾ പോയൊരു പരീക്ഷ എഴുതുമ്പോൾ എന്തോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരു തരി അടുത്തതുപോലെ നമുക്ക് തോന്നും. അപ്പൊ 2026 നടക്കുന്ന പരീക്ഷകളിൽ ഈ മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യ റാങ്കിലേക്ക് എത്താൻ കഴിയുക. ഇത് നല്ല രീതിയാണ്, ഒരു നല്ല സ്ട്രാറ്റജിയാണ്, നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ ഒരു യൂട്യൂബ് ക്ലാസ്സിൽ നിന്നോ എൻ്റെ ഒരു ക്ലാസ്സിൽ നിന്നോ നിങ്ങൾക്ക് ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പഠന രീതികളൊന്നും ഞാൻ പറഞ്ഞു തരില്ല. ബേസിക്കലി ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയെ കേവല ലാഭത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ രീതികൾ പറഞ്ഞു തന്ന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു രീതിയിൽ ഞാൻ പോയില്ല. അതുകൊണ്ട് ഈ 5 ടോപ്പിക്കും കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ 5 ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പരീക്ഷ എഴുതി നോക്കാം. അങ്ങനെ ഈ ക്ലാസ്സിന്റെ അവസാനം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. 1ാമത്തെ ചോദ്യം നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത ക്ലാസ്സാണ് ഇന്ത്യയിലെ ഹൈക്കോടതി, ഇന്ത്യൻ ഹൈക്കോടതി. ഹൈക്കോടതി എന്ന് പറഞ്ഞ ഹെഡിങ്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ ആരായിരുന്നു വൈസ്രോയി എന്നതാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? ഉത്തരം ലോർഡ് എൽജിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോ വൈസ്രോയി ആയിരുന്നത്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം. അപ്പോ ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് 62 വയസ്സ്. 62 വയസ്സ്. 3, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കാറുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ നമ്പർ 226. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കംപ്ലീറ്റ് വിമൺ കോർട്ട് എവിടെയാണ്? സിറ്റുവേറ്റഡ് ഇൻ. ഉത്തരം മാൽഡ, പശ്ചിമ ബംഗാൾ. ഇവിടെ ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉത്തരം കൃത്യമായി കിട്ടുന്നുണ്ടല്ലേ? അല്ലെ? ക്ലാസ് കണ്ടവർക്ക്, ക്ലാസ് കാണാത്തവർ വിഷമിക്കണ്ട. ക്ലാസ്സിന്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അടിപൊളിയായി ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ചെയ്യണം. സാറേ ഞാൻ ഷെയർ ചെയ്യും, ഇത് കൊള്ളാം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിൽ, ഇത് നമ്മുടെ 2ാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 127 അംഗങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്.
കേരളത്തിൽ ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നെങ്കിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി ആരായിരുന്നു എന്നതാണ്. ഉത്തരം PK ചാത്തൻ മാസ്റ്റർ ആണ്. ശരിയായ ഉത്തരം PK ചാത്തൻ മാസ്റ്റർ. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്. ജനിതക ശാസ്ത്രം എന്ന പഠനശാഖയ്ക്ക് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? ഉത്തരം നമ്മൾ പറയേണ്ടത് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഗ്രിഗർ മെൻഡൽ എന്നാണ് പുസ്തകങ്ങളിൽ പൂർണ്ണമായ പേര്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്നാണ്. DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. DNA എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രോട്ടീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഒന്നാണ്. DNA നൈട്രജൻ ബേസുകൾ അല്ലാത്തത് ഏതാണ്? DNA എന്നല്ല, DNA-ക്കും RNA-യുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നൈട്രജൻ ബേസുകൾ പൊതുവെ 5 എണ്ണമാണ്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇതിൽ DNA നിർമ്മിക്കാൻ വേണ്ടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം യുറാസിൽ. DNA നിർമ്മിക്കാൻ ആവശ്യം ഇല്ല. എന്നാൽ DNAയിൽ ഗ്വാനിനുമായി ചേരുന്ന നൈട്രജൻ ഏതാണ്? അപ്പോ അഡിനിനാണ്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. യുറാസിൽ വേണ്ട. ഇതിൽ ഗ്വാനിനുമായി ചേരുന്നത് ഏതാണ്? ഗ്വാനിനുമായി ചേരുന്നത് സൈറ്റോസിൻ ആണ്. അഡിനിനുമായി ചേരുന്നത് തൈമിനാണ്. അഡിനിൻ തൈമിനുമായി ചേരും, എന്നാൽ ഗ്വാനിൻ സൈറ്റോസിനുമായി ചേരും. തൈമിന് പകരം, അതായത് RNA എടുത്താൽ DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ശരീരത്തിലുണ്ട്. അതിന്റെ പേരാണ് RNA. ഈ RNA, നമ്മുടെ RNA-യിൽ തൈമിന് പകരം, തൈമിൻ എന്ന് പറയുന്ന നൈട്രോജീനിയസ് ബേസിന് പകരം ഏത് ബേസ് ആണ് ഉള്ളത്? ഉത്തരം പറയേണ്ടത് യുറാസിലാണ് ഉള്ളത്. അടുത്തത് റൈബോസോമിന്റെ ഭാഗമായി കാണപ്പെടുന്ന RNA. അതായത് നമ്മുടെ കോശത്തിനകത്ത് റൈബോസോം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ചാണ് പ്രോട്ടീന്റെ നിർമ്മാണം നടക്കുന്നത്. നമ്മുടെ ഓരോ സ്വഭാവ സവിശേഷതകളെയും പേറുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളാണ്. പ്രോട്ടീന്റെ നിർമ്മാണം നടത്തേണ്ട സ്ഥലങ്ങളാണ് റൈബോസോം. അവിടെ നിലകൊള്ളുന്ന RNA-യുടെ പേരാണ് റൈബോസോമൽ RNA. ഷോർട്ടാക്കി നമ്മൾ rRNA എന്ന് പറയും. അടുത്ത ചോദ്യം, മൗണ്ട് ബാറ്റൻ പദ്ധതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ സഹായിച്ചത് ആരാണ്? വേറെ ആരുമല്ല, VP മേനോനാണ്. ശരിയായ ഉത്തരം മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെങ്കിൽ ബില്ല്, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്കാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ തയ്യാറാക്കുന്ന അവസാനത്തെ ആക്ടാണ്. അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത് എന്നാണ്. ഉത്തരം 1947 ജൂലൈ മാസം 5-ാം തീയതി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? നമുക്കറിയാം, ആറ്റ്ലി ആയിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആറ്റ്ലി ആയിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ഉത്തരം പറയേണ്ടത് ജോർജ് 6-ാമനാണ്. ശരിയായ ഉത്തരം ജോർജ് 6-ാമൻ. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവൽ നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായത് പറയുന്നുണ്ട്. 5 ക്ലാസ്സുകൾ കാണാൻ മറക്കരുത്. ഉത്തരം ഭ്രാന്താലയം എന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കാണണം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു കമന്റ് ഇടാതെ ഈ ക്ലാസ് കണ്ടുപോകരുത്. അടുത്തത്, ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരെന്താണ്? ഉത്തരം പറയണം, കപൂർ കമ്മീഷനാണ്. കപൂർ കമ്മീഷൻ. അടുത്ത ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ഒരു ആദ്യ ശ്രമം നടത്തിയത് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അന്റോയിൻ ലാവോസിയെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അന്റോയിൻ ലാവോസിയെ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? സംഗീതവുമായി ബന്ധമുള്ള നിയമം. ലോ ഓഫ് ഒക്ടേവ് എന്നറിയപ്പെടുന്ന നിയമം, അത് ആവിഷ്കരിച്ച വ്യക്തിയുടെ പേര് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് എന്നാണ്. ന്യൂലാൻഡ്, അദ്ദേഹമാണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത്. ന്യൂലാൻഡിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം. ഈ ചോദ്യത്തിനൊരു കുഴപ്പമുണ്ട്. ന്യൂലാൻഡിന്റെ പീരിയോഡിക് ടേബിളിൽ എല്ലാ എലമെന്റുകളെയും അറേഞ്ച് ചെയ്തു. അന്ന് അറിയപ്പെട്ടിരുന്ന എലമെന്റുകളുടെ എണ്ണം 56 പക്ഷേ അവിടെ ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയുന്ന നിയമം എല്ലാ മൂലകങ്ങളും പാലിച്ചില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് ശ്രദ്ധിച്ചോണം. എന്നാൽ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ആദ്യത്തെ പീരിയോഡിക് ടേബിൾ
അതായത് 63 എലമെന്റുകൾ ഉൾക്കൊള്ളുന്ന ആ പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ്, പീരീഡ് എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കപ്പെടുന്നു. ഇത് കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം പറയണം. അത് നമ്മുടെ ദിമിത്രി മെൻഡലീവ് എന്ന് പറയുന്ന റഷ്യക്കാരനാണ്. അപ്പോ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ മെൻഡലീവ് ആണ്. അപ്പോ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. നിങ്ങൾ പറ, ഈ 5 ടോപ്പിക്കും പഠിച്ച് എക്സാം എഴുതിയ നമുക്കൊരു പോസിറ്റീവ്നെസ് തോന്നൂലേ? നമ്മൾ ഇങ്ങനെയല്ലേ പഠിക്കേണ്ടത്? ഇതല്ലേ ശരിയായ രീതി? അതോ വേറെ എന്തെങ്കിലും രീതി ഉണ്ടോ? പറയൂ. ഇല്ല അല്ലേ? അപ്പൊ ഇനി അടുത്ത പരീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പരീക്ഷയിൽ ഈ 5 ടോപ്പിക്കും ഇനി പഠിപ്പിക്കാൻ പോകുന്ന, ഇനി അപ്ലോഡ് ചെയ്യുന്ന, എല്ലാ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും ചേർത്ത് 10 ചാപ്റ്റർ. അപ്പൊ കുറേ 10, പിന്നെ 20, 30, 40, 50, 100 നമ്മൾ സെറ്റാവും. ഇത് PDF നോട്ട് ടെലഗ്രാമിലുണ്ട്, ക്ലാസ് യൂട്യൂബിലുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. ഇനി അങ്ങനെയല്ല സാറേ, പെയ്ഡ് ക്ലാസ് ഉണ്ടോ? ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണോ? നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. ഇപ്പോൾ നമുക്ക് ഞാൻ നടത്തുന്ന മുഴുവൻ കോഴ്സുകളും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ പത്രങ്ങളിലോ നിങ്ങൾ തൊഴിൽ വീതിയിലോ തൊഴിൽ വാർത്തയിലോ ഒക്കെ പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ PSCയുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വിളിച്ചാൽ പിന്നെ ഒരു ഫോൺ എടുക്കുമോ? വിളിക്കുന്നതിന് മുമ്പേ സാറന്മാരെ കിട്ടുമോ? സാറന്മാരെ കിട്ടും. ഞാൻ ജെന്യൂനായിട്ട് പറയണം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ വിളിച്ചിട്ട് സാറന്മാരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് എൻ്റെ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പരാണ്. എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഒക്കെ എന്നെ വിളിക്കുന്ന നമ്പരാണ്. ഈ നമ്പരാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതിനകത്ത് ജെന്യൂനാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് പോസിറ്റീവും പറയാം, നെഗറ്റീവും പറയാം. ഞാൻ അത്രയും എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ്സുകളാണ്. ഞാൻ ഏറ്റവും വാല്യുബിൾ ആയി കാണുന്ന, എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള, എന്നെക്കാളും എന്താ പറയുക മുതിർന്ന അധ്യാപകരുടെ ക്ലാസ്സുകളാണ്. അവർ ക്ലാസ് ആണ് പൊന്നു മക്കളെ. ക്ലാസ് ചോദിക്കും സാർ നല്ല ഫീസ് ആവും അല്ലേ? നല്ല ഫീസും ഉണ്ട്. ഒരു 5000, 6000 രൂപയൊക്കെയാണ് ഓരോ കോഴ്സിന്റെയും ഫീസ്. പക്ഷേ നമ്മൾ ന്യൂ ഇയറിനോടനുബന്ധിച്ച് എല്ലാ കോഴ്സുകളും നമുക്ക് എന്തെല്ലാം കോഴ്സുകളുണ്ടോ ആ കോഴ്സുകൾക്കെല്ലാം 50 to 60% എന്താ പറയുക ഓഫറാണ്. ഇപ്പൊ മിക്കവാറും കോഴ്സുകളൊക്കെ 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവും. എക്സാം അതിന് മുമ്പ് കഴിഞ്ഞാലും അപ് ടു എക്സാം വരെ. ഇപ്പോൾ 1 ഇയറിനകത്ത് എക്സാം കഴിഞ്ഞില്ലെങ്കിൽ അതുവരെ. LP UP കോഴ്സ് മാത്രം 9999 പുതിയ ഫീസ്. അത് മാത്രം 3999. ഇത് പ്ലസ് GST. ഇതിനോട് GST കൂടെ ഉണ്ടാവും. എല്ലാ ഓഫറിന്റെ കൂടെ GST കൂടെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നൊരു കുട്ടിയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മാത്രം മതി. അറിയാലോ, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന 3 വിഷയങ്ങളാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അതിന് വേണ്ടിയിട്ട് അതായത് ഈ മാസം മുതൽ, ഈ മാസം ഒരു എത്രാം തീയതിയാണ് നമ്മൾ തുടങ്ങിയത്? ഒരു 10-ാം തീയതി 8-ാം തീയതി കൊണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. അതായത് ഇനി ക്ലാസ് എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ക്ലാസ്സുകൾ, അതായത് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും മാത്സിന്റെയും ഇനി റെക്കോർഡിംഗ് നടക്കാൻ പോകുന്ന ക്ലാസ് എന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ്. അതായത് പഴയ ക്ലാസ് 2 വർഷം 3 വർഷം മുമ്പുള്ള ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെന്ന് ഫീസ് വാങ്ങിച്ചിട്ട് കൈകെട്ടിയിരിക്കുകയല്ല. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിന് 100 കുട്ടികൾക്ക് ആദ്യത്തെ 100, അത് നമുക്ക് പറയാലോ, ഇതുവരെ നടന്ന മുഴുവൻ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാത്സ് ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിന് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 1299 രൂപയാണ്. അതിനൊരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ആദ്യത്തെ 100 കുട്ടികൾക്ക് 499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. അല്ല, നിങ്ങൾക്ക് മൊത്തം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ക്ലാസ്സുകളൊന്നും നിങ്ങളെ നിരാശപ്പെടുത്തൂല. ഇനി ഇതൊന്നും വേണ്ട, പെയ്ഡ് ക്ലാസ്സിനൊന്നും എനിക്ക് ആവശ്യമില്ല, ഒരു വിഷമവും അങ്ങനെ ഒന്നും ഞാൻ നിങ്ങൾ നിർബന്ധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂട്യൂബിൽ മാത്രം ക്ലാസ് കണ്ടാൽ മതി. ടെലഗ്രാമിൽ കൂടെ ജോയിൻ ചെയ്തേക്കണം കേട്ടോ. കാരണം ഇതിന്റെ എല്ലാ PDF നോട്ട് ഞാൻ അതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണണം. ബൈ ബൈ.